റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ സെക്കൻഡ്സിൻ്റെ സംവിധായകൻ അനുഷുബാസന, അതോടൊപ്പം തന്നെ ആക്ച്വലിയിലെ നായിക സ്നേഹ ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് ഇന്ന് ഈ റിപ്പോർട്ടിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ആദ്യം അനീഷിലേക്ക്. മാറ്റിനിക്ക് ശേഷം മറ്റൊരു ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. എന്താണ് പ്രതികരണങ്ങൾ കിട്ടുന്നത്? ഇത് അല്പം വൈകി വന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയം ഉണ്ടായിരുന്നു എല്ലാവർക്കും, എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും നായകനും എല്ലാവർക്കും. പക്ഷേ ഇത് ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ആളുകൾ. ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം ഒരു നല്ല വിജയം തന്നെയാണ്. കാരണം ഇപ്പോൾ റിലീസ് ചെയ്ത എല്ലാ സെൻറ്റേഴ്സിലും ഹൗസ്ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യം. ചിത്രത്തിൻ്റെ ഒരു സ്വഭാവം എത്തരത്തിലാണ്? മാറ്റിനി ഒരു സിനിമയ്ക്കുള്ളിലെ ഒരു കഥ പറഞ്ഞ ചിത്രമാണ്. സെക്കൻഡ്സ് ആണ് അടുത്ത ചിത്രം. അതിൽ ഒരു നല്ലൊരു താരനിര, ജയസൂര്യ, വിനയ് ഫോർട്ട്, അപർണ നായർ, അങ്ങനെ നല്ല ഒരു താരനിര. എന്താണ് ചിത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം? ഇത് താരനിര മാത്രമല്ല, രണ്ട് ജോണറിൽ പെടുന്ന സിനിമകളാണ്. ഒന്നൊരു കുറച്ചൊരു ഓഫ് ബീറ്റ് ആയിരുന്നു മാറ്റിനെ, ഒരു ക്ലാസിക് ടൈപ്പ് ഒരു മൂവിയാണ് ചെയ്തത്. ഇതൊരു ത്രില്ലറാണ്, ഫാമിലി ത്രില്ലർ, യൂത്തിനും ഫാമിലിക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. പിന്നെ ഈ സിനിമയ്ക്ക് താരങ്ങൾ നിർബന്ധമാണ്. അത് അങ്ങനെയാണ് നമ്മളത് ഈ സ്ക്രിപ്റ്റിങ്ങും എല്ലാം. ഇപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഷാനി ഖാദർ, അനൂപ് ശിവസേവൻ. അവർക്ക് വളരെ റിസ്കി ആയിട്ടുള്ളൊരു ജോബായിരുന്നു ഇത്രയും താരങ്ങളെ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ അത് നമുക്ക് അഭിനന്ദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് ഫോട്ടോഷൂട്ടിലൊക്കെ ഉള്ളത് മറ്റൊരു ലുക്കാണ് ഇവർക്ക് എല്ലാവർക്കും വന്നിരിക്കുന്നത്. കുതിരയോടൊപ്പം നിൽക്കുന്ന ലുക്കൊക്കെ വേറൊരു ഡിഫറെൻ്റ് ആണ്. പക്ഷേ ചിത്രത്തിൽ ട്രെയിലറിലും മറ്റെല്ലാം കാണുമ്പോഴേക്കും അതിൽ നിന്നൊക്കെ വേറൊരു ആണ് ക്യാരക്ടേഴ്സിലേക്ക് എത്തുമ്പോഴേക്കും. എന്താണ് അങ്ങനെ ഒരു ചേഞ്ച്? അത് ബേസിക്കലി ഒരു പക്ഷേ ഞാൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടായിരിക്കും. എനിക്ക് എൻ്റെ പോസ്റ്റേഴ്സ് എപ്പോഴും ഗംഭീരമായിരിക്കണം. അതായത് സിനിമയിലുള്ളത് ആ വിഷ്വൽസ് വേണ്ട എന്നൊരു താല്പര്യക്കാരനാണ് ഞാനിപ്പോൾ സോൾട്ടോ പേപ്പറൊക്കെ ഞാനാണ് പോസ്റ്റർ ഷൂട്ട് ചെയ്തത്. സിനിമയായിട്ട് റിലേറ്റഡ് അല്ല അത്. അപ്പോൾ അതുപോലെ തന്നെ സിനിമയും നന്നാവണം, പോസ്റ്ററും നന്നാവണം. അപ്പോൾ ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. അതേപോലെ തിയേറ്ററിലെത്തിയ ആളുകളെ അവിടെ തന്നെ പിടിച്ചിരുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തം സംവിധായകനുണ്ട്. അതിനുള്ളൊരു ഇത് ജയസൂര്യ എന്ന നടനൊരു വലിയൊരു ചേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ടൈമിന് ശേഷം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം സെലക്റ്റീവാണ്, ചെയ്ത കഥാപാത്രങ്ങളെല്ലാം മികവുറ്റതാണ്. ആ നടനെ മലയാള പ്രേക്ഷകർ തിരിച്ചറിയുന്നു, വിജയിപ്പിക്കുന്നു. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു കുറച്ച് വർഷം പിന്നോട്ട് ചിന്തിച്ചാൽ നമ്മളിപ്പോൾ ടി വിയിൽ ഒരു ജയസൂര്യയുടെ പടം വരുന്ന ജയസൂര്യയും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജയസൂര്യയും തമ്മിലുള്ളൊരു വ്യത്യാസത്തെ. അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആണ്. ഇപ്പം നമ്മളെ കൂടെ തന്നെ ഫുൾ ടൈം തന്നിട്ട് അദ്ദേഹം ഒരു നടനായിട്ട് മാറി നിൽക്കുകയോ എന്നെ സംവിധായകനായിട്ട് മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. സ്ക്രിപ്റ്റിൽ വളരെ അധികം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിലേക്ക് എത്തിക്കുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിന് ഹീറോ ആക്കി മാറ്റി നിർത്തുകയൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാട്ടിൽ അദ്ദേഹം ഒരു വലിയ നടനാണ്. ഏത് കഥാപാത്രങ്ങളും അനായാസം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു എന്താ പറയുക, ഒരു പ്രിയ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. നമ്മൾക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ആക്ച്വലി നായിക സ്നേഹ ഉണ്ണികൃഷ്ണനും ചേരുന്നുണ്ട്. സ്നേഹ, സ്വാഗതം ഈ റിപ്പോർട്ടിലേക്ക്. ആക്ച്വലി തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഒരു വലിയൊരു യുവതാര നിര, അതോടൊപ്പം തന്നെ സീനിയറായിട്ടുള്ള ഒരു പറ്റം ആളുകളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. എന്താണ് ആക്ച്വലിക്ക് കിട്ടുന്ന പ്രതികരണങ്ങൾ? തീർച്ചയായിട്ടും ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നൊരു സിനിമ, ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യുന്നൊരു സിനിമ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഇതുവരെ കിട്ടുന്നത് ഒരു നല്ല റിവ്യൂ ആണ്. പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു റിവ്യൂ തന്നെയാണ് പ്രേക്ഷകർ നേരിട്ടും അറിയിക്കുന്നത്. തിയേറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിവ്യൂ. ആദ്യ ചിത്രമാണ്, അതിൻ്റെ ഒരു വിജയം അത് എങ്ങനെയാണ് ആഘോഷിച്ചത്? തീർച്ചയായിട്ടും ആദ്യ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു വിജയം എന്ന് പറയുന്നത് നമുക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം കിട്ടി. ആദ്യ സിനിമയിൽ തന്നെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പം എനിക്കത് വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് പെർഫോം ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്. കൂടാണ്ട് ശ്രീനിവാസൻ സാറും പി ബാലചന്ദ്രൻ സാറും പോലുള്ള സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക, അതൊക്കെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. കാരണം അവരിൽ നിന്നൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നത് ഒരു നല്ല അനുഭവമായി മാറുന്നത് തീർച്ചയായിട്ടും അവരെ പോലുള്ള ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരത്തിലുള്ള താരനിര ഇതിൽ കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ശ്രീനിവാസൻ, പി ബാലേന്ദ്രൻ അടക്കമുള്ള സീനിയറായിട്ടുള്ള ഒരു താരനിര, അതോടൊപ്പം തന്നെ ഭഗത് മാനുവൽ, അജു വർഗീസ്, അത്തരത്തിലുള്ള അങ്ങനെ ഒരു ജോണറിലുള്ള ആളുകൾ, അങ്ങനെ രണ്ട് തലമുറയിലുള്ള ആളുകൾ ഈ ചിത്രത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അത് എത്തരത്തിലായിരുന്നു? നിങ്ങൾക്ക് ആദ്യ ചിത്രം എന്ന രീതിയിൽ അഭിനയിക്കുമ്പോൾ ഗുണം ചെയ്തോ? അവരുടെ നിർദ്ദേശങ്ങളുണ്ടായിരുന്നോ? യങ്സ്റ്റേഴ്സിനോടൊപ്പം ചെയ്യുമ്പം അവർക്കൊപ്പം നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു? ഏതായിരുന്നു ഏറ്റവും കൂടുതൽ എളുപ്പമായി തോന്നിയത്?
എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമയിൽ ചെല്ലുമ്പോൾ ഒരുപാട് നെർവസ്നെസ് ഉണ്ടാവും നമുക്ക്. കാരണം നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്, നമുക്ക് ഇതുവരെ അഭിനയിച്ചൊരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ നമുക്കൊരു വാം വെൽക്കം തന്നെയാണ് അവർ തരിക. കാരണം അവർക്കറിയാം എവിടേക്കാണ് നമുക്ക് ഹെൽപ്പ് വേണ്ടതെന്ന്, അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ നമ്മളെ കംഫർട്ടബിൾ ആക്കി വെക്കുക. ഇപ്പോൾ ഹേമന്ത് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം ഹേമന്തിന്റെ കൂടെ ഒരു ഭയങ്കര നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഞ്ജലി, ഉപാസന. അപ്പൊ അവർ ആ ഒരു ബോണ്ടിങ് നമുക്ക് ഒരുപാട് സപ്പോർട്ടും സ്ട്രെങ്ത്തും തരും. അതുപോലെ സീനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ബാലേട്ടനൊക്കെ വന്ന ദിവസം ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ബാലേട്ടൻ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ്, പുള്ളി ഭയങ്കര സീരിയസ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന, ഇത്രയും നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ ആണ് ബാലേട്ടനായിട്ട് കിട്ടുക. കാരണം ബാലേട്ടൻ ഒരു വളരെ എന്താ പറയുക ബബ്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നമുക്ക് കൂടെ ഇരിക്കുമ്പോൾ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ ഏത് പ്രായക്കാരോടും സംസാരിച്ച് എന്താ പറയുക അവരെ കംഫർട്ടബിൾ ആക്കാനുള്ള ഒരു കഴിവ് ബാലേട്ടനുണ്ട്. ശരിക്കും ആ ഒരു ദിവസം എനിക്ക് ബ്ലെസ്ഡ് ആയിരുന്നു. കാരണം ബാലേട്ടനായിട്ട് ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റി, അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് അറിയാനായിട്ട് പറ്റി. അപ്പൊ ശരിക്കും അവരെനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു സീരിയസ് ക്യാരക്ടേഴ്സ് അല്ല അവർ. സ്ക്രീനിൽ അങ്ങനെയാണെങ്കിലും ബാലേട്ടൻ പൊതുവെ പബ്ലിക് ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ എനിക്കതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എല്ലാവരുമായിട്ട് ഒരു പേഴ്സണൽ ബോണ്ടിങ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭയങ്കര ഒരു വിഷമമാണ്. കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. കാരണം അവരെയൊക്കെ നമ്മൾ മിസ് ചെയ്യും. എല്ലാവരും, ഹേമന്തും അജു ചേട്ടനും അഞ്ജലിയും ശ്രീനി സാറും അതുപോലെ പി ബാലേട്ടനും എല്ലാവരുമായിട്ട് ഒരു പേഴ്സണൽ ബോണ്ടിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ്. അവരെ പോലുള്ള ആൾക്കാരെ കണ്ടുമുട്ടാൻ പറ്റുക, പരിചയപ്പെടാൻ പറ്റുക, പിന്നെ ഇതുപോലൊരു സിനിമയുടെ ഭാഗമാവുക. തീർച്ചയായും. അനീഷ്, അഞ്ജലി ഇത് ആക്ച്വലി അഭിനയിച്ചിട്ടുണ്ട്. അഞ്ജലി നമ്മുടെ അനീഷ് ഉപാസനയുടെ ഭാര്യയാണ്. അവർ സെക്കൻഡ്സിലും ഒരു മികച്ച കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരു കോയിൻസിഡൻസ് അങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അഞ്ജലിനെയൊക്കെ ഒരു കഥാപാത്രം സിനിമയിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ? അപ്പം നമുക്ക് മറ്റ് പുറത്തുനിന്നുള്ള ആളുകളെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് കംഫർട്ടബിൾ ആണോ, ചിലപ്പോൾ സംഭവിച്ചേക്കാം. അഞ്ജലിക്ക് ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ആ സ്വഭാവ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രം നൽകാൻ എളുപ്പമായിരുന്നു. അല്ല, ഞാൻ ഇപ്പോൾ 2 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അഞ്ജലിക്ക് വേണ്ടിയിട്ട് ഒരു കഥാപാത്രം ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ പരിചയക്കാർക്ക് വേണ്ടിയിട്ടും നമ്മൾ എഴുതാറില്ല. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് വരുമ്പോൾ അഞ്ജലിക്ക് ആപ്റ്റ് ആവുന്ന കഥാപാത്രം, അഞ്ജലി നല്ല ആക്ട്രസ് ആണ്, അപ്പോൾ ആപ്റ്റ് ആവുന്നതാണെങ്കിൽ ഞാൻ അഞ്ജലിക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ ഹസീന എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്, ഇതിൽ ഹീറോയിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്, ത്രൂ ഔട്ട് ഉണ്ട്. അപ്പോൾ അവരത് നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കലും എന്നോട് ചോദിച്ച് മേടിക്കാറില്ല എനിക്കൊരു കഥാപാത്രം വേണമെന്ന് പറഞ്ഞിട്ട്. സിനിമകൾ ചെയ്ത് ചിത്രീകരിക്കുക, അത് അവസാനം തിയേറ്ററിലെത്തി പ്രേക്ഷകർ കാണുന്നിടത്താണ് അതിനുശേഷം അവന് കിട്ടുന്ന പ്രതികരണം. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അവിടെയാണ് ഒരു സിനിമ പൂർണ്ണതയിൽ എത്തുന്നത്. സെക്കൻഡ്സിനെ സംബന്ധിച്ചുള്ള ഇത്രയും ചിത്രീകരണം നടന്ന് കാത്തിരിക്കേണ്ടി വന്നു, പിന്നെ കുറേ പ്രശ്നങ്ങൾ വന്നു, ചെറിയ രീതിയിൽ സമരങ്ങൾ വേണ്ടി വന്നു, അതിനുശേഷമാണ് തിയേറ്ററിലെത്തുന്നത്. ഇത്രയും കൂടുതൽ സിനിമകൾ വരുന്ന ഒരു വർഷമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലുതും ചെറുതുമായിട്ടുള്ള പുതിയ പരീക്ഷണങ്ങൾ അടക്കം നടക്കുന്ന ഒരു വലിയൊരു വർഷത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. അനീഷിനെ സംബന്ധിച്ചുള്ള 2ാമത്തെ ചിത്രമാണ്. നിങ്ങൾക്കൊക്കെ ഇപ്പോഴും നമ്മുടെ ഇത്രയും വലിയ ഇൻഡസ്ട്രിയാണ്, ഓപ്പൺ സ്പേസ് ആണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്? അല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു സാധാരണ മനുഷ്യനാണ്. നമുക്ക് സങ്കടവും വിഷമമൊക്കെ ഉള്ള ആളുകളാണ്, ദേഷ്യവും വരും ഇടയ്ക്ക്. അപ്പം നമ്മുടെ ഒരു സിനിമ ഇങ്ങനെ റിലീസ് ആവാതിരിക്കുന്ന കണ്ടപ്പോൾ ഉള്ളൊരു വിഷമത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്. പക്ഷെ ആ പ്രതികരണം കൊണ്ട് മാത്രമൊന്നുമല്ല സിനിമ റിലീസായത്. ഡിസംബർ 5 സിനിമ റിലീസാവാൻ അതായിരിക്കാം അതിൻ്റെ വിധി. അതിനുവേണ്ടി ഞങ്ങൾ സംഘടനകൾ, ഫെഫ്ക, പ്രൊഡ്യൂസർ അസോസിയേഷൻ, ബി ഉണ്ണികൃഷ്ണൻ സാർ, എല്ലാവരും അവരെ വ്യക്തിപരമായിട്ടും സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സിനിമ തിയേറ്ററിലെത്തിയത്. പക്ഷേ സിനിമ എന്ത് കഴിഞ്ഞാലും സിനിമ ആളുകൾ സ്വീകരിച്ചു എന്നുള്ളതിലാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അതായത് നല്ല സിനിമ എത്ര വൈകിയാലും നല്ല സിനിമയായാൽ മതി, ആളുകൾക്ക് അതൊന്നൊരു വിഷയമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായും. സ്നേഹ, അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി കാർണവർ, സെക്കൻഡ്സ് 3 ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ ആഴ്ച തിയേറ്ററിൽ എത്തിയിരിക്കുന്നത്. അടുത്ത ആഴ്ചയിലേക്ക് കടക്കുമ്പോഴേക്കും റിലീസിൻ്റെ വമ്പൻ റിലീസുകളുടെ ആഴ്ചകളിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ സിനിമയെ ഞാനും വിലയിരുത്തുന്നത് ഒരു പ്രേക്ഷകയായിട്ടാണ്. എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് എനിക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള ഗ്രാഹ്യമില്ല. അതുകൊണ്ട് ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ 2 മണിക്കൂർ കാണാൻ ആഗ്രഹിക്കുന്ന, കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് സിനിമയിലുള്ളത്. സോഷ്യൽ റെലവൻസ് ഉള്ള 2 സബ്ജക്ട്സ് രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പും ഫാമിലി റിലേഷൻഷിപ്പും കോമഡിയും റൊമാൻസും എല്ലാം കാണാനായിട്ട് കിട്ടും.
അപ്പോൾ ഒരുപാട് ഡെപ്തുള്ള ഒരു ക്യാരക്ടറുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഒരുപാട് നല്ല ആർട്ടിസ്റ്റിനെ കൂടെ അഭിനയിക്കാനും സാധിച്ചു. എല്ലാവരും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇതുവരെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിലും ഇവിടുന്ന് അങ്ങോട്ടും എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. എല്ലാവരും തിയേറ്റേഴ്സിൽ പോവുക, സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ നല്ലതാണെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും മോശമായെങ്കിലും എല്ലാം നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ എല്ലാവരും കാണണം. തീർച്ചയായും സ്നേഹ, എല്ലാവിധ ആശംസകളും നേരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണം, വിജയചിത്രത്തിൻ്റെ നായിക, തുടർന്ന് നല്ല ചിത്രങ്ങൾ ലഭിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ റിപ്പോർട്ടിൽ എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. അനീഷ്, അവസാനമായിട്ട് ഇനി നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഒരു സംവിധായകൻ എന്ന രീതിയിൽ മാറ്റിനി ആദ്യ ചിത്രം എന്ന രീതിയിൽ അതിൻ്റെ കുറ്റവും കുറവുകളും കൊണ്ടും അതെല്ലാം സ്വീകരിച്ച് ആ ചിത്രത്തിനെ ഒരു 50% മുകളിൽ അല്ലെങ്കിൽ 60% മുകളിൽ വിജയിപ്പിച്ച ആളുകളാണ്, ഈ പ്രേക്ഷകരാണ് മുമ്പിലുള്ളത്. അവരുടെ മുമ്പിലേക്ക് അടുത്ത ചിത്രം എത്തിക്കുകയാണ് സെക്കൻഡ്സ്. ഇനി അവസാനമായി അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതൊരു ത്രില്ലർ മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധമായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ത്രില്ലർ മൂവിക്ക് എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് അത്രയും ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടാൽ അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ സിനിമ ആസ്വദിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, ഞങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങൾ തരുന്നൊരു ഊർജ്ജത്തിൻ്റെ പുറത്താണ് നമ്മുടെ യാത്ര പുതിയ സിനിമയിലേക്കുള്ളത്. അപ്പോൾ അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. പുതിയ സിനിമ ഉടനെ ഉണ്ടാകുമോ? നമ്മൾ അനൗൺസ് ചെയ്യാനുള്ളൊരു പാകത്തിനായിട്ടില്ല. 2-3 സബ്ജക്റ്റുകളൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അനൗൺസ് ചെയ്യാനുള്ളൊരു പാകത്തിലേക്ക് ആയിട്ടില്ല. എന്താണെങ്കിലും എല്ലാവിധ ആശംസകളും നേരുന്നു. രണ്ടാമത്തെ ചിത്രവും മികച്ച രീതിയിൽ തിയേറ്ററിൽ പോകുന്നു. ഇനി നല്ല ചിത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. അതിൻ്റെ വിശേഷങ്ങളായി വേണ്ടി റിപ്പോർട്ടിൽ വരിക. നന്ദി. താങ്ക് യു.